റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മെ ഇവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം എന്ന മതം അത് പൂർണ്ണമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഈ ദീൻ പൂർണ്ണവും അന്യൂനവുമാണ്. തീർത്തും ന്യൂനതകളില്ലാത്ത സമ്പൂർണമായ മതമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാം ദീന് മാത്രമാണ്. ഒരാൾക്ക് പരലോക മോക്ഷം ലഭിക്കണമെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിലൂടെ, മുസ്ലിം ആവുന്നതിലൂടെ മാത്രമേ അയാൾക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു നൽകിയ ഈ ദീൻ, അതിൽ പുതിയതായി ഒന്നും കൂട്ടിച്ചേർക്കാനോ അതിൽ എന്തെങ്കിലും വെട്ടിച്ചുരുക്കാനോ ഒഴിവാക്കാനോ ആർക്കും അവകാശമില്ല എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹജ്ജത്തുൽ വിദാഇൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ പ്രവാചകൻ അവതരിപ്പിച്ച ആയത്ത് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. ഇതാ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്കിതാ അത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, പരിപൂർണമാക്കി തന്നിരിക്കുന്നു, നിറവേറ്റി തന്നിരിക്കുന്നു. വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാം ദീനിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പരിപൂർണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഇസ്ലാം ദീനിന്റെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒന്നും അതിൽ കൂട്ടാനോ കുറക്കാനോ ഒന്നുമില്ല. അത് സമ്പൂർണമാണ്. അത് അന്ന് സ്വഹാബത്തും പ്രവാചകനും എങ്ങനെയാണോ അത് ആചരിച്ച് വിശ്വസിച്ച് അനുഷ്ഠിച്ചു പോകുന്നത്, അതേ രൂപത്തിലാണ് ഇന്നും ഈ ഇസ്ലാം ദീനിനെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയാണ്, ആ വഴിയാണ് യഥാർത്ഥ നേർവഴി എന്ന് പറയുന്നത്. വിജയത്തിലേക്കുള്ള വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ഏക വഴിയാണ്. അതാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ദുആ എന്ന പേര് വരാൻ കാരണം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ്. സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി ഉണ്ടാകുന്ന മറ്റു മാർഗങ്ങൾ നമ്മളെ പിഴവിലേക്കാണ് നമ്മളെ എത്തിക്കുക. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസാണ്, സഹാബികളോട് പ്രവാചകൻ ഒരു മണലിൽ ഒരു നേരായ ഒരു നേർവര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. എന്നിട്ട് അതിന്റെ ഇടതും വലതുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു വരകൾ വരച്ചു. ആദ്യം ആ നേർവര വരച്ച് പ്രവാചകൻ പറഞ്ഞത്, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ആ നേരെ ചൊവ്വായ മാർഗം ഇതാണ്. എന്നിട്ട് ഇടതും വലതും വരച്ച വഴികൾ കാണിച്ചുകൊണ്ട് വരകൾ കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം നമ്മളെ നേർവഴിയിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന മറ്റു മാർഗങ്ങളാണ്. ഈ വഴികളിലെല്ലാം അതിന്റെ മുകളിൽ പിശാചിരിക്കുന്നു. അതിലേക്ക് പിശാച് ആളുകൾ എന്ത് ചെയ്യുന്നു? കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. എന്നിട്ട് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പ്രവാചകൻ ഓതി കൊടുത്തു. ഏതാണ്? സൂറത്തു അൻആമിലെ 153-ാമത്തെ ആയത്ത് പ്രവാചകൻ ഈ സന്ദർഭത്തിൽ ഓതി. എന്താണ് ആയത്ത്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. എന്താണ്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീം, ഇതാണ് നേരെ ചൊവ്വായ മാർഗം എന്ന് പറയുന്നത്. ഫത്തബിഊഹു, നിങ്ങൾ ഇതിനെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ, ഇതിന് ഇടതും വലതുമുള്ള മറ്റു മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്. ആ വഴികളെ ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത്, പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, നിങ്ങൾ നേരായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങൾ പിഴച്ചു പോകും, നിങ്ങൾ ഭിന്നിച്ചു പോകും.
ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ പാലിക്കാൻ, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ആ സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ പോയാൽ മാത്രമാണ് പരലോകത്ത് സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ മരണപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുക, വിലക്കിയത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ വർജിക്കുക. ദീനിൽ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്, റോൾ മോഡൽ ആയിട്ടുള്ളത്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ കഠിനമായ ശിക്ഷയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് സൂറത്തുൽ ഹശ്റിൽ അള്ളാഹു പറയുന്നത്, അല്ലെ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. പ്രവാചകൻ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങളത് ജീവിതത്തിൽ പകർത്തുക. വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ എന്തിൽ നിന്നാണോ നിങ്ങളെ വിലക്കിയത് അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നാണ്. അപ്പൊ ഈ പ്രവാചകന്റെ അധ്യാപനങ്ങളെ, പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന കാര്യത്തെ അവഗണിക്കുകയും പ്രവാചകൻ വർജിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ ശിക്ഷക്ക് നമ്മൾ കാരണക്കാരായി മാറും എന്നുള്ളതാണ്. ഇവിടെ ഇനി എന്താണ്? ഈ മാർഗം ആണ് നമ്മൾ അവലംബിക്കേണ്ടത്. എന്നാൽ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സമുദായത്തിൽ ഉമ്മത്തിൽ ഭിന്നതകൾ ഉണ്ടാകുമെന്നത് പ്രവാചകത്വത്തിന്റെ തെളിവ് കൂടിയാണ്. പ്രവാചകൻ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അത് പറഞ്ഞു വെച്ചു. അങ്ങനെ ഭിന്നതകൾ ഉണ്ടായാൽ അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഭിന്നതകൾ വരുമ്പോൾ സുന്നത്തിനെ മുറുകെ പിടിക്കുകയാണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചു, ഇന്നഹു മൻ യഈശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ എന്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാണും? ഫസയറ ഇഖ്തിലാഫൻ കസീറ. ധാരാളം അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി. എന്റെ സുന്നത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി. അതേപോലെ എന്റെ സുന്നത്തും അതേപോലെ എന്റെ ഖലീഫമാരുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുക. എങ്ങനെ പിടിക്കണം? തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. പ്രവാചകന്റെ പ്രയോഗം അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക. ആ പ്രയോഗം അങ്ങനെയാണ്. അത്രത്തോളം ശക്തമായി നിങ്ങൾ ഭിന്നതകളുടെ കാലത്ത് ഏതെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടാൽ, കാണേണ്ടി വന്നാൽ, നിങ്ങൾ പ്രവാചകന്റെ സുന്നത്തിനെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ദീനിൽ പുതിയതായി നിർമ്മിക്കപ്പെടുന്ന പുത്തൻ ആചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ആ കാര്യങ്ങൾ ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തുകളും, പുത്തൻ നിർമ്മിതികളായ കാര്യങ്ങളും അത് വഴികേടാണ്, വലാലത്താണ്. ഈ ബിദ്അത്തുകൾ തന്നെ, അതിനാണ് നമ്മൾ ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. പ്രവാചകൻ പൂർത്തിയാക്കിയ ഈ ദീൻ സമ്പൂർണമാണ്. എല്ലാ നന്മകളും പ്രവാചകൻ പഠിപ്പിച്ചു. ഇനി ഒരു നന്മ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എല്ലാം സമ്പൂർണമാണ്, എല്ലാം സമ്പൂർണമാണ്. ഇനി ഒരാൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇത് പൂർത്തിയാക്കിയില്ല എന്നാണ് അവർ വാദിക്കുന്നത്. കാരണം പ്രവാചകൻ ഈ നന്മ പഠിപ്പിക്കാതെ പ്രവാചകൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. ഈ ബിദ്അത്തുകൾ തന്നെ, ദീനിൽ കടത്തിക്കൂട്ടുന്ന പുത്തനാചാരങ്ങൾ പ്രധാനമായും രണ്ടു തരത്തിൽ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒന്ന് വിശ്വാസപരമായ ബിദ്അത്തുകളാണ്. വിശ്വാസപരമായ ബിദ്അത്ത്, ഇവ മനുഷ്യനെ ഇസ്ലാമിൽ നിന്നു തന്നെ പുറത്താക്കാൻ കാരണമായേക്കാവുന്ന വലിയ അപരാധങ്ങളാണ് ഇത്. അതായത് ഇസ്ലാമിൽ നിന്ന് ആദ്യം പിഴച്ചുപോയ, പുറത്തുപോയ ഒരു കക്ഷി അത് ഖവാരിജുകളാണ്. ഖവാരിജുകൾ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന ആയത്ത് അസ്ഥാനത്ത് ഓതി വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രം. അലിയും മുആവിയയും റളിയല്ലാഹു അൻഹുമ തമ്മിലുള്ള പ്രശ്നങ്ങളെ ഒരു മധ്യസ്ഥ തീരുമാനത്തോടുകൂടി അംഗീകരിച്ച ഈ രണ്ട് സഹാബികൾ എന്തായി? അവർ കാഫിറുകളായി. കാരണം മധ്യസ്ഥന്മാരുടെ വിധിയെ അവർ അംഗീകരിച്ചു. വിധി അംഗീകരിക്കണം, അള്ളാന്റെ വിധി മാത്രമാണ് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഖുർആനിലെ ആയത്ത്, അവിടെയാണ് അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞത്, ഓതിയ ആയത്ത് ഹക്കാണ്, പക്ഷെ
അവിടെ ഓതിയത് അർത്ഥം തെറ്റായ വ്യാഖ്യാനമാണ് അവിടെ നൽകിയത്. ഇവിടെ ഈ ഖവാരിജുകൾ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആളുകളാണ്. അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരെ പോലെയുള്ള സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നവർ. അങ്ങനെ വിശ്വാസ രംഗത്ത് തന്നെ കുഫ്ർ സംഭവിച്ച, അതായത് ബിദ്അത്ത്, ഇതിന്റെ ഒന്നാമത്തെ ഭാഗം ഇതാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്. മറ്റൊന്ന് ഖദരിയാക്കളാണ്. കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു ഒരു കാര്യത്തെ പറ്റി അറിയുന്നത് എന്ന് വിശ്വസിക്കുന്നവർ. എന്നാൽ അള്ളാഹുവിന്റെ അറിവ് സർവവ്യാപിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തലാഖിൽ പറഞ്ഞു, ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നും ഏത് വസ്തുവെയും ചൂഴ്ന്നറിയുന്നവനുമായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഖുർആൻ ചോദിക്കണം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തെ പറ്റി അറിവുള്ളവനാണ്, സംഭവിക്കുമ്പോൾ മാത്രമല്ല. ഇത് ഖദരിയാക്കൾ പറഞ്ഞ വാദമാണ്. അവിടെ ബിദ്അത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഷിയാക്കൾ. ലോകത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു റസൂലിനെയും റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനെയും ഏൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നവർ. ഇതേ അന്ധവിശ്വാസത്തിന്റെ തുടർച്ച പലപ്പോഴും നമ്മൾ ഈ ഉമ്മത്തിൽ തന്നെ നമ്മൾ കാണുന്നു. ലോകം നിയന്ത്രിക്കാൻ മൺമറഞ്ഞു പോയ ആളുകളുടെ കൈകളിലാണെന്ന് വാദിക്കുന്നവർ കടുത്ത ശിർക്കാണ്. ഇങ്ങനെ വിശ്വാസ രംഗത്ത് പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കിയവർ. ഇതാണ് ഒന്നാമത്തെ ബിദ്അത്തിന്റെ ഒരു ഭാഗം. രണ്ടാമത്തത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കർമ്മപരമായ ബിദ്അത്തുകളാണ്. പ്രവാചകനോ സ്വഹാബത്തോ പഠിപ്പിക്കുകയോ മാതൃകയാക്കുകയോ ചെയ്യാത്തതും എന്നാൽ ദീനിന്റെ പേരിൽ പുണ്യകർമ്മമായി ഇന്ന് ആളുകൾ കൊണ്ടു നടക്കുന്നതുമായ കാര്യം. സ്വഹാബത്തിന് പരിചയമില്ല, പ്രവാചകൻ അങ്ങനെ ഒരു സംഗതി പഠിപ്പിച്ചിട്ടില്ല, ഖുർആനിലും ഹദീസിലും എവിടെയും അതിന്റെ തെളിവുകളില്ല. പക്ഷെ ഒരാൾ എന്ത് ചെയ്യുന്നു? ഇത് നല്ലതാണ്, ഒരാളൊരു ദീനിൻ്റെതായ ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കി ഇതൊരു പുതിയ കർമ്മത്തെ ആൾ രൂപപ്പെട്ടു കാലങ്ങളായി ചെയ്തു പോകുന്നത് എന്ന ചില ന്യായങ്ങൾ പറഞ്ഞ് കൊണ്ടു നടക്കുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, കർമ്മപരമായ ബിദ്അത്താണ്. ഉദാഹരണം, റബിയുൽ അവ്വൽ 12 മീലാദ് ആഘോഷം, റബിയുൽ ആഖിറിലെ ജീലാനി അനുസ്മരണം, റജബ് 27 ബന്ധപ്പെട്ട നിരവധി അനാചാരങ്ങൾ, ശഅബാൻ 15 ബറാഅത്ത് രാവ് ആഘോഷം, റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട്, മുഹറം ആഘോഷങ്ങൾ, ദീനിന്റെ പേരിൽ ആളുകൾ ചൊല്ലുന്ന മാലകൾ, മൗലീദുകൾ, റാത്തീബുകൾ, ഇതെല്ലാം പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന് ആർക്കും പരിചയമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എവിടെയും ഇതിന്റെ അടിസ്ഥാനങ്ങൾ കാണുന്നില്ല. എന്നാൽ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഉണ്ടാക്കപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇതൊക്കെ കർമ്മപരമായ ബിദ്അത്തുകളാണ്. എന്നാൽ ഈ ബിദ്അത്തിനെതിരെയുള്ള മുസ്ലിമിന്റെ നിലപാട് എന്താണ്? ഒരു കാര്യം പുത്തനാചാരമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു യഥാർത്ഥ വിശ്വാസി സ്വീകരിക്കേണ്ട വളരെ ശക്തമായ നിലപാടുകളുണ്ട് ഇസ്ലാമിൽ ബിദ്അത്തിന്റെ വിഷയത്തിൽ. അവിടെ അത്തരം പുത്തനാചാരങ്ങളുടെ സദസ്സുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിൽ ഒരു നിലക്കും പങ്കെടുക്കാൻ നമുക്ക് അനുവാദമില്ല. ബിദ്അത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്നതും സുന്നത്തിന് വിരുദ്ധമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് സുന്നത്തിന് വിരുദ്ധമാണ്. അത് വലിയ തെറ്റാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അറുക്കപ്പെട്ട ബിദ്അത്തുകളുമായി ബന്ധപ്പെട്ട അറുക്കപ്പെട്ട മാംസങ്ങൾ വീട്ടിലെത്തിയാൽ നമ്മൾ എന്തു ചെയ്യണം? ബദരീങ്ങളുടെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ അറുത്ത മാംസങ്ങൾ വീട്ടിലെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറുക്കപ്പെട്ടത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഉഹില്ല ലിഗൈരില്ല എന്ന് പറഞ്ഞ വിഭാഗത്തിനാണ്. അത് കഴിക്കാൻ നമുക്ക് പാടുള്ളതല്ല, അത് പൂർണ്ണമായും ഒഴിവാക്കണം. അത് അവർക്ക് കൊണ്ടുവരുന്ന ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ, ബിദ്അത്തുമായി കണക്ട് ചെയ്ത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ, നബിദിനത്തിന്റെ പേരിൽ, മറ്റു ആഘോഷങ്ങളുടെ പേരിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഭക്ഷണങ്ങളുടെ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താ? ദീനിലോ സുന്നത്തിലോ ഇല്ലാത്ത ഒരാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും അത് കഴിച്ച് ആ ആചാരത്തെ പിന്താങ്ങാൻ മുസ്ലിമിന് ഒരു നിലക്കും അനുവാദമില്ല. അത് പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ നിലപാടിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ എവിടെയെങ്കിലും വായിച്ചു കേട്ടതോ അല്ല, മറിച്ച് പ്രമാണങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം.
അപ്പോൾ വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകന്റെ ഹദീസുകളിലേക്കും പോവുക. ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താ? അതിലൊന്ന് നിരന്തരം നമ്മൾ കേൾക്കുന്ന ഹദീസാണ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട്. നമ്മൾ ഹംദും സ്വലാത്തൊക്കെ കാണുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ, കാര്യങ്ങളിൽ ഏറ്റവും തിന്മയേറിയത് ഏതാണ്? വശർറൽ ഉമൂർ ആണ്, കാര്യങ്ങളിൽ ഏറ്റവും ഷർറായത് മുഹ്ദസാത്തുഹാ. മുഹ്ദസാത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. തീർന്നില്ല. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെട്ടതും ബിദ്അത്താണ്. തീർന്നില്ല. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, ദലാലത്താണ്. ഇനി ദലാലത്തിന്റെ അവസാനം എവിടെയാണ്? വകുല്ല ദലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലാണ് അതിന്റെ അവസാനം. അതുകൊണ്ട് തന്നെ മുഹ്ദസാത്തുകളുടെ വിഷയത്തിൽ അത് നരകത്തിലേക്കാണ്, ബിദ്അത്തുകൾ നരകത്തിലേക്കാണ് എന്നതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി കാര്യങ്ങൾ എവിടേക്കാണ് നമ്മൾ മടക്കേണ്ടത്? ഏതൊരു വിഷയത്തിലെ കാര്യം നമ്മുടെ നിലപാട് എന്താണ്? ഒരാളൊരു പുതിയൊരു കാര്യം കൊണ്ടുവന്നു, ഇത് നല്ലതല്ലേ? നമ്മൾ ചോദിക്കുന്ന എന്താ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അത് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? സലഫു സ്വാലിഹീങ്ങളായ ഈ ആദ്യത്തെ 3 തലമുറകളിൽപ്പെട്ട ആർക്കെങ്കിലും ഇത് പരിചയമുണ്ടോ? ഖൈറുന്നാസി ഖർനി, എന്റെ തലമുറയാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല തലമുറ. സുമ്മല്ലദീന യലൂനഹു സുമ്മല്ലദീന യലൂനഹു, പിന്നെ അവരെ തുടർന്ന് വന്ന താബിഈകൾ, പിന്നെ അവരെ തുടർന്ന് വന്ന തബൗ താബിഈങ്ങൾ. ഈ 3 തലമുറക്ക് പരിചയമുണ്ടോ? അപ്പൊ അവർക്കാർക്കും അറിയില്ലേ എങ്കിൽ അത് ദീനല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് കൊണ്ടു നടക്കുന്ന പലതും ആ 3 തലമുറയിൽ എവിടെയും ഇല്ല. അപ്പോ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദായിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകൻ അവിടെ പ്രമാണങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട ഏതൊരു വിഷയത്തിൽ നമ്മുടെ സ്റ്റാൻഡ് എന്താകണം? തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴി പിഴക്കുകയില്ല, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പിഴച്ചു പോവുകയില്ല. അതേതാണ് ആ 2 വഴികൾ? 2 കാര്യങ്ങൾ എന്താണ്? കിതാബല്ലാഹി വസുന്നത നബിയിഹി, അള്ളാന്റെ കിതാബും അവന്റെ പ്രവാചകന്റെ സുന്നത്തുമാണ്. ഇതാണ് നമ്മുടെ മാർഗം. ഈ 2 പ്രമാണങ്ങളെ ഇനി എങ്ങനെ മനസ്സിലാക്കണം? ഈ 2 പ്രമാണങ്ങളിലെ ടെക്സ്റ്റ് എടുത്ത്, അതായത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂറത്തിലെ ആയത്തുകൾ എടുത്ത് നമുക്ക് സ്വന്തമായി വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആധികാരികമായ മുഫസ്സിറുകൾ, സ്വഹാബികൾ ആ ആയത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, പ്രവാചകന്റെ ഒരു ഹദീസിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അവിടെ നിൽക്കുക എന്നതാണ് നമ്മൾ പ്രമാണങ്ങളോട് കാണിക്കേണ്ട സൂക്ഷ്മത. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലെ 59-ാമത്തെ ആയത്ത്. എന്താ? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ അത് എവിടേക്കാണ് മടക്കേണ്ടത്? ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങളത് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അതിനെ മടക്കുക. അപ്പൊ നമ്മുടെ വ്യക്തികളിലേക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകളിലേക്കല്ല, മറിച്ച് പ്രമാണങ്ങളിലേക്കാണ് നമ്മൾ ഒരു വിഷയത്തെ എന്ത് ചെയ്യുന്നത്? മടക്കുന്നത്. ഖുർആൻ എന്തു പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു, അത് ആദ്യമായി കേട്ട ആദ്യ തലമുറകൾ എന്ത് സ്റ്റാൻഡാണ് ആ വിഷയത്തിൽ എടുത്തത്, അവിടെയാണ് നമ്മൾ നിലപാടുകൾ ഉണ്ടാകേണ്ടത്. കാരണം പുത്തനാചാരങ്ങൾ തള്ളപ്പെടേണ്ടതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ അതിലില്ലാത്ത ഒന്നിനെ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, റദ്ദ് എന്ന് പറഞ്ഞാൽ തള്ളപ്പെടേണ്ടതാണ്. മറ്റൊരു ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്ത വല്ല കർമ്മവും ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അത് എത്ര വലിയ പണ്ഡിതനായാലും കാരണവന്മാരായാലും ദീനിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അത് ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇനി നല്ലതല്ലേ എന്ന വാദത്തിന് സഹാബത്തിന്റെ മറുപടി എന്താ? ഇപ്പൊ മാലയും മൗലീദും അതല്ലെങ്കിൽ നല്ല ഫാത്തിഹയാണ്, സ്വലാത്താണ്, ദിക്റാണ് എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, അത് നല്ലതല്ലേ? ഒരു ഫാത്തിഹയല്ലേ, ഒരു ദിക്റല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അതിന് പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിലേ ചെയ്യാവൂ. സ്വഹാബത്തിന്റെ മാതൃക എന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലിരുന്ന് ഒരാൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാന്റെ കൂടെ വസ്സലാമു അലാ റസൂലില്ലാ എന്ന്
ചേർത്ത് ചൊല്ലി. സാധാരണ തുമ്മിയാൽ നമ്മള് അൽഹംദുലില്ലാ എന്നാണ് പറയാം, ഒരു സ്വലാത്ത് എക്സ്ട്രാ അതിന്റെ കൂടെ. ഇബ്നു ഉമർ തിരുത്തി, ഇത് ഇങ്ങനെയല്ല പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നാണ് പ്രവാചകൻ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അല്ലാഹുവിനാണ് സ്തുതി എന്ന് പറയാനാണ് നബി ഞങ്ങളെ പഠിപ്പിച്ചത്. ഇവിടെ ഇബ്നു ഉമർ സ്വലാത്ത് വിരോധിയാണോ? അല്ല. ഇബ്നു ഉമർ സ്വലാത്ത് ചൊല്ലുന്ന സ്വഹാബിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. തുമ്മിയതിന് ശേഷം അൽഹംദുലില്ലാഹിന്റെ കൂടെ നമ്മളെ വക ഒരു സ്വലാത്ത് ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകമായ എണ്ണം, ഒരു പ്രത്യേകമായ സമയം നിശ്ചയിച്ച് ചൊല്ലിയാൽ അത് ബിദ്അത്താണ്. ബിദ്അത്തുകൾ വർദ്ധിക്കുന്ന കാലത്ത് ഹുദൈഫത്തുൽ യമാൻ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. 2 കല്ലുകൾ എടുത്ത് ഒന്നിന്റെ മേലെ വെച്ച് അദ്ദേഹം ചോദിച്ചു, ഈ 2 കല്ലുകൾക്കിടയിലൂടെ വരുന്ന വെളിച്ചം നിങ്ങൾ കാണുന്നുണ്ടോ? അവര് പറഞ്ഞു, വളരെ കുറഞ്ഞ വെളിച്ചമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ബിദ്അത്തുകൾ ഇപ്രകാരം പ്രത്യക്ഷപ്പെടും. ഒടുവിൽ സത്യത്തിൽ നിന്ന് ഈ വെളിച്ചത്തിൽ അത്ര മാത്രമേ ബാക്കിയുണ്ടാകൂ. ബിദ്അത്തുകൾ ജനങ്ങൾക്കിടയിൽ വ്യാപിക്കൂ. അങ്ങനെ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബിദ്അത്ത് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ ഇങ്ങനെ പറയും, ദാ സുന്നത്ത് ഉപേക്ഷിക്കുന്നവനെ നീ കണ്ടില്ലേ, ഈ കാര്യങ്ങളെ വിരോധിക്കുന്നവനെ, ദീൻ ഉൾക്കൊള്ളാത്തവനെ നീ കണ്ടില്ലേ, ദീൻ വെട്ടിക്കുറച്ചവനെ നീ കണ്ടില്ലേ എന്ന ആളുകൾ ചോദിക്കുന്ന അത്രയും ബിദ്അത്തുകൾ സമൂഹത്തിൽ വ്യാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഹുദൈഫത്തുൽ യമാൻ നൽകിയ വസിയത്താണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകളെ കരുതിയിരിക്കുക. ജീവിതത്തിൽ ഒരിക്കലും ബിദ്അത്തുകൾ വരാതെ സുന്നത്തുകളിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമുക്കറിയാം, മഴ, അതിശക്തമായി മഴ പെയ്യുന്ന സമയം. മഴ പെയ്യിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ആ മഴയെ ഏതെങ്കിലും പ്രത്യേകമായ കാരണങ്ങളിലേക്ക് ചേർത്തി പറയുക എന്നത് ഒരാളുടെ വാക്കിൽ, വിശ്വാസത്തിൽ വരുന്ന ശിർക്കായി പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ മഴ പെയ്യാൻ സീസണുകളും ശാസ്ത്രീയമായ കാരണങ്ങളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ചില സബബുകളായിരിക്കാം. പക്ഷെ ഈ കാരണങ്ങളാണ് മഴ പെയ്യിക്കുന്നത് എന്ന വിശ്വാസം തെറ്റാണ്. നമ്മുടെ വാക്കുകൾ പോലും സൂക്ഷിക്കണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാവിൽ മഴ പെയ്തു, അതിശക്തമായ മഴ പെയ്തു. പ്രവാചകൻ ഹുദൈബിയയിൽ കഴിഞ്ഞ സമയമാണ്. സുബ്ഹി നമസ്കാരത്തിന് ശേഷം സ്വഹാബികളുടെ നേരെ തിരിഞ്ഞ് പ്രവാചകൻ പറഞ്ഞു, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഏത് കാര്യത്തിൽ? ഇന്നലെ പെയ്ത മഴയുടെ കാര്യത്തിൽ നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? സ്വഹാബികൾ അറിയില്ലല്ലോ. അവര് പറഞ്ഞു, അല്ലാഹു റസൂലു ആലം, ഞങ്ങൾക്ക് അറിയില്ല. അള്ളാഹുവിനും വഹിയുള്ളവന്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറഞ്ഞത് എന്താണ്? അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ, എന്റെ അടിമകളിൽ ചിലർ എന്നിൽ വിശ്വസിക്കുകയും ചിലർ നിഷേധികളാവുകയും ചെയ്തു. ഇന്നലെ രാവിലെ പെയ്ത മഴ കാരണം ചിലർ മുഅ്മിനായി, ചിലർ അവിശ്വസിച്ചു. ഇപ്പൊ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, എന്താണ് മഴയുമായി ബന്ധപ്പെട്ട് ചിലർ പറഞ്ഞത്? ഫഅമ്മാമൻ ഖാൽ, ഒരു കൂട്ടര് പറഞ്ഞത്, മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, മഴ ചോർന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെ? അള്ളാന്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, ഫദ്ല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയുന്നവരാണ്. എന്നിട്ട് റസൂല പറഞ്ഞു, അവർ ഫദാലിക മുഅ്മിനും ബി, അള്ളാഹു പറയാണ്, അവർ എന്നിൽ വിശ്വസിക്കുകയും വകാഫിറുൻ ബിൽ കൗകബ്, അവർ ഗോളങ്ങളെ നിഷേധിക്കുകയും ചെയ്തു. അമ്മാമൻ ഖാൽ, മറ്റൊരു കൂട്ടര് പറഞ്ഞെന്താ? ബിനൗഇ കദാ വകദാ, ഇന്ന ഞാറ്റുവേല കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത്, ഇന്ന കാരണങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫദാലിക കാഫിറുൻ ബി, അവർ എന്നിൽ അവിശ്വസിച്ചു, വമുഅ്മിനും ബിൽ കൗകബ്, അവർ ഗോളങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തു. സ്വഹിയായ ഹദീസാണ്. അപ്പൊ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിമിത്തങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ആ മഴയെ കാരണങ്ങളിലേക്ക് ബന്ധിപ്പിച്ച്, ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് മഴ നമുക്ക് പെയ്തു, ഇന്ന ഞാറ്റുവേല കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ട് എന്ന അത്തരം പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ മഴയെ പഴിക്കുക എന്നത് നമുക്കറിയാം, ഏത് കാലത്ത് മഴ എത്ര ശക്തമായാലും അതിനെ ശപിക്കരുത് എന്നാണ്. ലാ തസുബു ദഹ്ർ ഫഇന്നല്ലാഹ ഹുവ ദഹ്ർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്, കാരണം അള്ളാഹു ആകുന്നു കാലം എന്നുള്ളതാണ്. ഇപ്പൊ രാപ്പകലുകൾ മാറി മറിക്കുന്നത് അള്ളാഹുവാണ്. മഴയുടെ നമ്മളോട് ചോദിച്ചല്ല മഴ പെയ്യുന്നത്. നമുക്ക് ഉദ്ദേശിക്കുമ്പോൾ മഴ തെളിഞ്ഞു വരണം,
നമുക്ക് ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യണം എന്ന രീതിയല്ല. അള്ളാഹുവിന് ചില കണക്കാക്കലും ചില കതിറുകളുണ്ട്. ആ സമയത്ത് മഴ പെയ്യും, മഴ ശക്തമാകും, മഴ കുറയും. ഇവിടെ മുൻകരുതലുകൾ എടുക്കുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിനും പ്രധാനമാണ്. നമ്മൾ ഭൗതികമായി ഇവിടുത്തെ നിയമങ്ങൾ പറയുന്ന നമ്മുടെ സേഫ്റ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ, വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മഴക്കാലത്തുണ്ടാകുന്ന അപകടങ്ങൾ, രോഗങ്ങൾ തുടങ്ങിയവയെ തൊട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ നിലക്കുള്ള പകർച്ച രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്തരം സ്വയം രക്ഷക്ക് നമ്മുടെ നൽകുന്ന മുന്നറിയിപ്പുകൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയായി തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർവഹിക്കാനുള്ള ചില ദിക്റുകൾ, ചില സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നേടിയെടുക്കാനും ഒരു മഴക്കാലത്ത് നമ്മൾ വീട്ടിന്റെ വാതുക്കലിരുന്ന് മഴ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചൊല്ലേണ്ട ചില ദിക്റുകളുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? മഴ വർഷിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നാണ്. അല്ലാഹുവേ, പ്രയോജനപ്രദമായ മഴയെ നീ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ എന്നാണ്. വളരെ ചെറിയ ദുആയാണ്, ഒരു ദിക്റാണ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ പ്രയോജനപ്രദമായ മഴ നൽകണമേ. സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഇനി മഴ ലഭിച്ചതിന് ശേഷം നന്ദി കാണിച്ചുള്ള പ്രാർത്ഥന നേരത്തെ പറഞ്ഞ ഹദീസിൽ അതുണ്ട്. മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ വന്ന ദുആയാണ്. അതേപോലെ മഴ ഇനി അമിതമായാൽ, ഒരു നാട്ടിൽ മഴ നമ്മൾ വിചാരിക്കുന്നതിലും അധികം അവിടെ നാട്ടിൽ മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയാക്കാവുന്ന തുടർച്ചയായി മഴ പെയ്യുകയാണ് എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഹവ അലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തി ശജർ. അല്ലാഹു, ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കണമേ. ഇതിനെ ഞങ്ങളുടെ മേലൊരു ശിക്ഷയായി നീ ആക്കരുത്. അല്ലാഹു, ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിൽ, മലകളിൽ, താഴ്വരകളിൽ, മരങ്ങളുടെ വേരുകളിൽ നീ ആക്കണമേ എന്ന പ്രാർത്ഥന മഴ അധികരിച്ചാലുള്ള പ്രാർത്ഥനയാണ്. ആ നിലക്ക് നമ്മൾ ഏത് സന്ദർഭങ്ങളിലും പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകളും സുന്നത്തുകളും പാലിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഇനി ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വം, സമാധാനം, രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.